ഹലോ എവ്രി വൺ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഫിസിക്കൽ സയൻസിൻ്റെ കെമിസ്ട്രിയാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ +2ൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ നെക്സ്റ്റ് സെമ്മിലൊക്കെ പുതിയ പുതിയ കെമിസ്ട്രീൻ്റെ കോർ സബ്ജക്ട്സ് എഞ്ചിനീയറിങ്ങിൻ്റെ കോർ സബ്ജക്ട്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കെമിസ്ട്രിയിൽ എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ കൺസെപ്റ്റ്സ് ആണ് നമുക്ക് നമ്മുടെ ഈ കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ടോട്ടൽ 4 മൊഡ്യൂൾസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ 4 മൊഡ്യൂൾസിൽ ചെറിയ ചെറിയ നമ്മളിപ്പോൾ ഈ ഫിസിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഗ്രൂപ്പ് സി എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം അതിനെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മുടെ ഈ കെമിസ്ട്രിയോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറിയ 4 മൊഡ്യൂൾസ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ സബ്ജക്റ്റിൽ ഉള്ളത് നോക്കാം. ഫസ്റ്റിന് നമുക്ക് വരുന്ന നമ്മുടെ കോഴ്സ് കോഡാണ്. നമ്മുടെ കോഴ്സ് കോഡ് GCC YT122. അപ്പോൾ നമ്മുടെ കോഴ്സ് കോഡാണ് GCC YT122. അതുപോലെ തന്നെ നമുക്ക് 3 hours ആണ് ക്ലാസ് ഉണ്ടാവുക. അതുപോലെ നമ്മുടെ ഈ സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ അത് 4 ആണ്. അതുപോലെ നമുക്കത് ഇന്റേണലും എക്സ്റ്റേണലും ഉണ്ട്. അപ്പോൾ ഇന്റേണൽ മാർക്ക് വരുന്നത് 40 ആണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ മാർക്ക് എത്രയാണ്? 60 ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എക്സാം അവർ എന്ന് പറയുന്നത് 2.5 മണിക്കൂർ. അതുപോലെ തിയറി ഉണ്ട്. അതുപോലെ നമുക്ക് ലാബ് എക്സാം ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ജനറൽ ആയിട്ട് വരുന്നത്. അപ്പം നമുക്കിനി ഇന്റേണൽ മാർക്ക് എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഇന്റേണൽ മാർക്ക് എന്ന് പറയുമ്പോൾ അറ്റൻഡൻസിന് നമ്മൾ 5 മാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് അസസ്മെന്റ്, നമ്മുടെ സെമിനാർ അതുപോലെയുള്ള അസൈൻമെന്റ്സിനൊക്കെ 10 മാർക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ എക്സാം 2 സീരീസ് ഉണ്ട്, അതിന് 10 മാർക്ക് വീതമുണ്ട്. അതുപോലെ ഒരു ഇന്റേണൽ ലാബ് എക്സാമിന് എത്ര ഉണ്ട്? 5 മാർക്ക്. ഇങ്ങനെയാണ് നമ്മുടെ ഇന്റേണൽ മാർക്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എൻ സെമസ്റ്ററിന്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? പാർട്ട് എ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് പാർട്ട് ബി ഉണ്ടാവും. പാർട്ട് എയിൽ എല്ലാ മൊഡ്യൂൾസിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അവർക്കൊക്കെ 3 മാർക്കുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ മൊഡ്യൂൾസും. 4 മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ മൊത്തം 8 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ പാർട്ട് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ essay ക്വസ്റ്റ്യൻസ് ആണ്. 9 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ്. അത് ചിലപ്പം ABC എന്ന് പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടാവും, അങ്ങനെയാണ് വരാം. അങ്ങനെ 9 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഓർ ക്വസ്റ്റ്യൻസ്, ഓപ്ഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അവിടെ മൊത്തം എത്ര ഉണ്ടാവും? 36 മാർക്സും ഇവിടെ 24 മാർക്സ്. ഇങ്ങനെയാണ് നമ്മുടെ എൻ സെമസ്റ്റർ എക്സാമിന് ടോട്ടൽ 60 മാർക്സ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൽ ഏതൊക്കെയാണ് മൊഡ്യൂൾസ് നമുക്ക് നോക്കാം. നമുക്ക് എത്ര മൊഡ്യൂൾസ് ഉണ്ട്? 4 മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഏതാണ്? എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫ്യൂവൽസ്. അപ്പോൾ ഫ്യൂവൽസിൽ എന്തൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്? അത് ഫോർ എക്സാമ്പിൾ കലോറിഫിക് വാല്യൂ, HCV LCV, അതേപോലെ തന്നെ ബോംബ് കലോറിമീറ്റർ, അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. അതുപോലെ ബയോഫ്യൂവൽസ്, ബയോഡീസൽ, ഗ്രീൻ ഹൈഡ്രജൻ, കോൾ, ഇതൊക്കെ നമ്മുടെ മൊഡ്യൂളിന്റെ ഫസ്റ്റ് പാർട്ടിൽ. സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ലൂബ്രിക്കൻസിന്റെ ക്ലാസിഫിക്കേഷൻ, ഫോർ എക്സാമ്പിൾ സോളിഡ്, സെമി സോളിഡ്, ലിക്വിഡ് ക്ലാസ്, അങ്ങനെ ലൂബ്രിക്കൻസ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അത് പഠിക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ ലൂബ്രിക്കൻസിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ്, വിസ്കോസിറ്റി ഇൻഡെക്സ്, ഇതൊക്കെയാണ് പിന്നെ പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ പഠിക്കാനുള്ളത് സിമെന്റിനെ പറ്റിയിട്ടാണ്. സിമെന്റിന്റെ മാനുഫാക്ചർ, അതേപോലെ തന്നെ അതിന്റെ തിയറി ഓഫ് സെറ്റിംഗ്, ഹാർഡനിങ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ വരുന്നതാണ് നാനോ മെറ്റീരിയൽസ്. നമുക്കറിയാം നാനോ മെറ്റീരിയൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മോഡേൺ ടെക്നോളജിയിൽ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നതാണ് നാനോ മെറ്റീരിയൽസ്. അപ്പോൾ നാനോ മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ അതിന്റെ സിന്തസിസിനുള്ള 2 മെത്തേഡ്സ്, അതുപോലെ ആപ്ലിക്കേഷൻസ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് 3 ടൈപ്പ് നാനോ മെറ്റീരിയൽസ് ആണ്. ഫോർ എക്സാമ്പിൾ കാർബൺ നാനോ ട്യൂബ്സ്, ഫുള്ളറീൻസ്, ഗ്രാഫീൻ പോലെയുള്ള നാനോ മെറ്റീരിയൽസിനെ പറ്റി നമ്മൾ പഠിക്കും. പിന്നെ നമുക്ക് വരുന്നതാണ് പോളിമേഴ്സ്. പോളിമേഴ്സിൽ മെയിനായിട്ട് 2 പോളിമറാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ സിന്തസിസ്, പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ്. പിന്നെ നമ്മൾ കണ്ടക്റ്റിംഗ് പോളിമേഴ്സിന്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആണ് ഫസ്റ്റ് മൊഡ്യൂൾസ്. അപ്പോൾ ഇതിൽ ബേസിക് ആയിട്ടുള്ള ഫ്യൂവൽസ് ലൂബ്രിക്കൻസ്, അതുപോലെ സിമെന്റിന്റെ മാനുഫാക്ചറിങ്, നാനോ മെറ്റീരിയൽസ്, പോളിമേഴ്സ്, ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഓരോ ക്ലാസ്സിൽ ഓരോ മൊഡ്യൂൾസ് പഠിക്കാം. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഏതാണ്?
ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ്. ഏതാണ്? ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ്. ഇലക്ട്രോ കെമിസ്ട്രി കൊറോഷൻ സയൻസിന് നമ്മൾ രണ്ടാക്കിയിട്ടുണ്ട്. ഇലക്ട്രോ കെമിസ്ട്രിയും അതുപോലെ തന്നെ എന്താണ് കൊറോഷനും. അപ്പൊ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? ഇലക്ട്രോ കെമിക്കൽ സെൽ. അപ്പൊ ഇലക്ട്രോ കെമിക്കൽ സെൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയാം ബാറ്ററീസ് അങ്ങനെയുള്ളതിലൊക്കെയാണ് ഇലക്ട്രോ കെമിക്കൽ സെൽസ് വരുന്നത്. അതിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്, അതുപോലെ നേൺസ്റ്റ് ഇക്വേഷൻസ്, അതുപോലെ റെഫറൻസ് ഇലക്ട്രോഡ്, കാലമൽ ഇലക്ട്രോഡ്, അതുപോലെ നമ്മുടെ എന്താണ് ലിഥിയം അയോൺ ബാറ്ററി, അതുപോലെ H2O2 ഫ്യൂവൽ സെൽസ്. ഇതിൻ്റെ ഒക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും, അതുപോലെ pH മെഷർമെന്റ്, എങ്ങനെ നമുക്ക് pH മെഷർ ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിക്കുന്നത്. പിന്നെ ഗ്ലാസ് ഇലക്ട്രോഡ്സ്. അപ്പൊ ഈ ഗ്ലാസ് ഇലക്ട്രോഡ് എന്താണ്? ഗ്ലാസ് ഇലക്ട്രോഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ pH മെഷർ ചെയ്യാൻ പറ്റും, അതുപോലെ എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, നേൺസ്റ്റ് ഇക്വേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ നമ്മൾ കാലമൽ ഇലക്ട്രോഡ് എന്താണ്, ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്താണ്, ഇതൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. പിന്നെ മെയിനായിട്ട് പഠിക്കാനുള്ളത് പിന്നെ എന്താണ്? ലിഥിയം അയോൺ ബാറ്ററി, അതുപോലെ തന്നെ H2O2 ഫ്യൂവൽ സെല്ലും. ഒരു ഫ്യൂവൽ സെല്ലും ഒരു ബാറ്ററി സെല്ലുമാണ് നമുക്ക് പിന്നെ പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ എന്താണ്? ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ്. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് കൊറോഷൻ. കൊറോഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ മെക്കാനിസംസ്, അതുപോലെ ഗാൽവാനിക് സീരീസ്, പിന്നെ കുറച്ച് കൊറോഷൻ കൺട്രോൾ മെത്തേഡ്സ്, ഫോർ എക്സാമ്പിൾ സാക്രിഫിഷ്യൽ അനോഡിക് പ്രൊട്ടക്ഷൻ, ഇംപ്രസ്ഡ് കറന്റ് കാഥോഡിക് പ്രൊട്ടക്ഷൻ പോലുള്ളതും. പിന്നെ അതിനുശേഷം ലാസ്റ്റ് പഠിക്കാനുള്ളതാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ഓഫ് കോപ്പറും ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ് ഓഫ് കോപ്പർ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, എന്താണ് സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ്. ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ളൊരു പാർട്ടും അതുപോലെ തന്നെ കൊറോഷൻ സയൻസ് എന്നുള്ള പാർട്ട്, അത് രണ്ട് പാർട്ടാക്കിയിട്ടാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് പാർട്ടിലും കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. തേർഡ് മൊഡ്യൂൾ എടുക്കുമ്പോൾ അതെന്താണ്? സ്പെക്ട്രോസ്കോപ്പിയാണ്. മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് അനലിറ്റിക്കൽ ടെക്നിക്സ്. മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി, അതായത് നമ്മളിപ്പോൾ ഒരു മോളിക്യൂൾസിന് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, അതിനൊക്കെ അനലൈസ് ചെയ്യണം, അതിൽ എന്തൊക്കെയാണുള്ളത് എന്ന് അനലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. സ്പെക്ട്രോസ്കോപ്പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഇൻസ്ട്രുമെന്റൽ മെത്തേഡാണ്. അതായത് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സംഭവം ഉണ്ടാക്കി, ഒരു മോളിക്യൂൾ. അപ്പോൾ അതിൽ ഒരുപാട് കാർബൺ ഉണ്ട്, അതേപോലെ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, അതിൽ ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. നമ്മളൊരു മോളിക്യൂൾ ഉണ്ടാക്കി അതിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയണ്ടേ? ഇതിൽ ഏതാണ് ഹൈഡ്രജൻ, ഏതാണ് ഓക്സിജൻ, ഏതാണ് ആസിഡ്, ഏതാണ് കീറ്റോൺ. അപ്പോൾ എന്താണ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റൽ മെത്തേഡാണ് സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ ഇതിൽ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ എന്താണ് UV സ്പെക്ട്രോസ്കോപ്പി, IR സ്പെക്ട്രോസ്കോപ്പി, ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഇമ്പോർട്ടൻ്റ് ആണ് ബിയർ-ലാംബേർട്സ് ലോ. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ബിയർ-ലാംബേർട്സ് ലോ എന്താണെന്നാണ്. പിന്നെ നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിക്ക് നമ്മൾ എന്ത് പറയാം? ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി പറയാം. പിന്നെ പഠിക്കാനുള്ളത് അതാണ്. പിന്നെ അതിൻ്റെ കുറച്ച് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്, പിന്നെ കോൺജുഗേഷൻസ്, ഓക്കെ. പിന്നെ ഇൻസ്ട്രുമെന്റേഷൻ, ആ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിന്റെ ഇൻസ്ട്രുമെന്റേഷൻ, അത് എങ്ങനെയാണ്, ആ ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണെന്നുള്ളത് പഠിക്കണം. പിന്നെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി. വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? IR സ്പെക്ട്രോസ്കോപ്പിയാണ് വരുന്നത്. അതിൽ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? അതിന്റെ പ്രിൻസിപ്പിള്, അതുപോലെ തന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞ ഒരു പോർഷനിൽ പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് പറഞ്ഞ തേർമൽ അനാലിസിസ്. തേർമൽ അനാലിസിസിൽ നമ്മൾ പഠിക്കുന്നതാണ് TGA. അതിന്റെ പ്രിൻസിപ്പിള്, ഇൻസ്ട്രുമെന്റേഷനും ആപ്ലിക്കേഷൻസും പഠിക്കണം. പിന്നെ എന്താണ് അതിൽ തന്നെ TGAന്റെ ഈ മോളിക്യൂൾസിലുള്ള കാൽഷ്യം, ഈ മോളിക്യൂളിന്റെ എന്ത് പഠിക്കണം? ഡയഗ്രാം പഠിക്കണം, അതിന്റെ ഗ്രാഫ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ DTA, ഡയലക്ട്രിക് തെർമൽ അനാലിസിസ് പഠിക്കാനുണ്ട്. അതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ പ്രിൻസിപ്പിളും ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ വരുന്നതാണ് നമുക്ക് ഗ്യാസ് ക്രോമറ്റോഗ്രഫിന്റെ പ്രിൻസിപ്പിളും ഇൻസ്ട്രുമെന്റേഷനും. ഇത്രയും ഈ മൂന്ന് ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് പഠിക്കാനുള്ളത്. TGA, DTA ആൻഡ് ഗ്യാസ് ക്രോമറ്റോഗ്രഫി. ഈ മൂന്നിന്റെ എന്ത് പഠിക്കണം? ഇൻസ്ട്രുമെന്റേഷനും ആപ്ലിക്കേഷൻസും പിന്നെ കുറച്ച് 1-2 ഗ്രാഫ്, ഇതൊക്കെയാണ്. പിന്നെ ഈ ഒരു തെർമൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനിൽ വരുന്നത്. ലാസ്റ്റ് വരുന്നതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ടെക്നിക്. അതിൽ നമുക്ക് ഒന്നേ പഠിക്കാനുള്ളത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് മാത്രം നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളൂ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ടെക്നിക് എന്ന് പറഞ്ഞ സെക്ഷനിൽ. അതിൻ്റെ ഈ സെമ്മിന്റെ പ്രിൻസിപ്പിൾ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ. അതായത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ പ്രിൻസിപ്പിളും ഇൻസ്ട്രുമെന്റേഷനും ആപ്ലിക്കേഷൻസും ആണ് ഈ സെക്ഷനിൽ നോക്കാനുള്ളത്. അപ്പം നമുക്ക് ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എൻവയോൺമെന്റൽ കെമിസ്ട്രി. കുറച്ച് ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. കുറച്ച് കാര്യങ്ങൾ ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ബേസിക് ആയിട്ട് മുന്നേ പഠിച്ചതും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇതിൽ കുറെ പഠിക്കാനുള്ളത്.
നോക്കാം. ഫസ്റ്റ് വാട്ടർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. വാട്ടറിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് പഠിക്കുന്നത്. അതായത് വാട്ടറിന്റെ ഹാർഡ്നെസ്, അതിന്റെ ടൈപ്പിൽ വരുന്ന ടെമ്പററി ആൻഡ് പെർമനന്റ് ഹാർഡ്നെസ്, അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ്. പിന്നെ ഇതിൽ വരുന്നതാണ് നമ്മൾ ഹാർഡ്നെസ് കുറക്കാനുള്ള കുറച്ച് മെത്തേഡ്സ് വരുന്ന അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്, അതുപോലെ തന്നെ റിവേഴ്സ് ഓസ്മോസിസ്, വാട്ടർ ഡിസിൻഫെക്ഷൻ മെത്തേഡ്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യാം. അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. പിന്നെ ഓസോൺ, UV റേഡിയേഷൻ, പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇത് മൂന്നും എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഇത്രയാണ് ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ളത്. സെക്കൻഡ് സെക്ഷൻ വരുമ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ എന്താണ് എയർ പൊല്യൂഷൻ, അതിൻ്റെ സോഴ്സും എഫക്റ്റും, പിന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ്, ഓസോൺ ഡിപ്ലീഷൻ, സ്വീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് രണ്ടെണ്ണമാണ് പഠിക്കാനുള്ളത്. ട്രിക്ലിംഗ് വാട്ടർ മെത്തേഡും അതുപോലെ USB പ്രോസസ്സും. പിന്നെ നമുക്ക് സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്, കമ്പോസ്റ്റിംഗ്, ലാൻഡ് ഫിൽ, ഇൻസിനറേഷൻ. ഇപ്പോൾ ഈ 3 മെത്തേഡ് എന്താണെന്ന് പഠിക്കണം. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ എന്താണ് കുറേ കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഗ്രീൻ ഹൗസ്, ഓസോൺ ഡിപ്ലീഷൻ ആണെങ്കിലും അതുപോലെ ഇപ്പോൾ സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്, ഇതൊക്കെ നമുക്കൊക്കെ കുറേ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഈ യൂണിറ്റിൽ എന്തുള്ളൂ പുതിയതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ കുറേയൊക്കെ എല്ലാം അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 4 എൻവയോൺമെന്റൽ കെമിസ്ട്രി. അപ്പോൾ ഇങ്ങനെ എന്താണ് 4 സിമ്പിൾ മൊഡ്യൂൾസ് ആണ് നമുക്ക് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റത്തെ മൊഡ്യൂൾ എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി അല്ല. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആണ്. പിന്നെ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ്. തേർഡ് മൊഡ്യൂളോ മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് അനലിറ്റിക്കൽ ടെക്നിക്സ്. ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റൽ കെമിസ്ട്രി. അപ്പോൾ ഇങ്ങനെ 4 മൊഡ്യൂൾസ് ആണ് നമ്മൾക്ക് എന്തിൽ പഠിക്കാനുള്ളത്, കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻസ്, ഈ മൊഡ്യൂൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ആണ് ഉള്ളത് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ ഓരോ മെറ്റീരിയൽസിനെ പറ്റി, നാനോ മെറ്റീരിയൽസ്, പോളിമേഴ്സ്, അങ്ങനത്തെ മെറ്റീരിയൽസിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതെന്താണ് മോഡേൺ ടെക്നോളജിയിലൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മെറ്റീരിയൽസ് ഒക്കെ. പിന്നെ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് തന്നെ ഫ്യൂവൽസ് ആണ്. അപ്പോൾ ഫ്യൂവൽസ് നമുക്കറിയാം എല്ലായിടത്തും നമ്മൾ ഓട്ടോമൊബൈൽസ് ഫ്യൂവൽസ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ തെർമൽ പവർ പ്ലാന്റ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബയോഫ്യൂവൽസ് ഒക്കെ നമുക്കറിയാം എന്താണ് ഓർഗാനിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ബയോഫ്യൂവൽസ് ഒക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മളറിയാം സിമെന്റിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ നാനോ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അതപ്പോൾ എന്താണ് സൂപ്പർ കപ്പാസിറ്റേഴ്സ്, അതുപോലെ തന്നെ ബാറ്ററി, സെൻസേഴ്സിൽ, LED നമ്മൾ എന്തുണ്ട് നമ്മുടെ നാനോ മെറ്റീരിയൽസും പോളിമേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ എന്താണ് പ്രാക്ടിക്കൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസും കൂടി അതിനുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സെക്കൻഡ് വരുന്നതാണ് ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ്. അപ്പോൾ നമ്മൾ ഇതിൽ എന്ത് പറഞ്ഞു, നമ്മൾ ഒരുപാട് ബാറ്ററിയും സെല്ലൊക്കെ അതിൽ പഠിക്കുന്നുണ്ട്. ലിഥിയം അയോൺ ബാറ്ററി, H2O2 ഫ്യൂവൽ സെൽ. അപ്പോൾ ഇതൊക്കെ എന്താണ് ഒരുപാട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് ഇൻഡസ്ട്രി, pH മെഷർമെന്റ് നമ്മൾ അതിൽ പഠിക്കുന്നതാണ്. ഗ്ലാസ് ഇലക്ട്രോഡ് വെച്ചിട്ട് എങ്ങനെ pH മെഷർ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ pH മെഷർമെന്റ് ഒക്കെ എന്താണ് ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ വാട്ടറിന്റെ ഒക്കെ pH എങ്ങനെ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ്റെ pH എങ്ങനെ മെഷർ ചെയ്യാം എന്നൊക്കെ നമുക്കിതിൽ പഠിക്കാനുണ്ട്. പിന്നെ എന്താണ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ സെൽസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഇലക്ട്രോ കെമിക്കൽ സെൽസ്, ഇലക്ട്രിസിറ്റി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിലും ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ നമ്മളിതിൽ പഠിക്കുന്നത് കൊറോഷൻ മെത്തേഡ്. ഇപ്പോൾ കൊറോഷൻ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഒരുപാട് ഇൻഡസ്ട്രീസിൽ നമ്മളെ വാട്ടർ ടാങ്ക് അങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കൊറോഷൻ കൺട്രോൾ മെത്തേഡ്സ്. കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു മെറ്റൽ എന്തെങ്കിലും അതിന് കേട് സംഭവിക്കുന്നതാണല്ലോ കൊറോഷൻ. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. അതൊക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ വരുന്നതാണ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് അനലിറ്റിക്കൽ ടെക്നിക്സ്. നമ്മൾ മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ സ്പെക്ട്രോസ്കോപ്പി ഒരു മോളിക്യൂൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ട് UV വിസിബിൾ IR സ്പെക്ട്രോസ്കോപ്പി. ഇതൊക്കെ ഒരു സംഭവത്തിന് പ്യുവർ ആണോ ഇംപ്യുവർ ആണോ പിന്നെ പ്യൂരിറ്റി ടെസ്റ്റിങ്ങിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ്, മൈക്രോ ചിപ്സ്, ഇതിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എന്തെല്ലാം സംഭവങ്ങൾ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചാൽ അതിൽ ഏതൊക്കെ ഗ്രൂപ്പാണ്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്, ആസിഡ് ഉണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്പെക്ട്രോസ്കോപ്പി, മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോണത്. നെക്സ്റ്റ് മൊഡ്യൂളാണ് എൻവയോൺമെന്റൽ കെമിസ്ട്രി. നമുക്കറിയാം എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ വേസ്റ്റ് മാനേജ്മെന്റ്, അതൊക്കെ ഒരുപാട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലാണ്. ബോയിലേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇൻഡസ്ട്രീസിലൊക്കെ അത്രയും ഹൈ എമൗണ്ടിൽ വാട്ടറിനെ ബോയിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഈ 4 മൊഡ്യൂൾസ് ആണ് നമുക്ക്
എന്തുള്ളത് പഠിക്കാനുള്ളത്. ഇപ്പം സിമ്പിൾ ആയിട്ടുള്ള എന്താണ് മൊഡ്യൂൾസ് ആണ് നമുക്ക് ചാപ്റ്ററിൽ എന്താണ് ഈ ഫിസിക്കൽ കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. സിമ്പിളാണ്, ആകെ 4 മൊഡ്യൂൾസ് ഉള്ളൂ. അതും എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കെമിസ്ട്രിയിൽ അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ ഓരോരോ മൊഡ്യൂൾസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.